നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ടല്ലേ? എന്തിനാണ് മൊബൈൽ ലോക്ക് ചെയ്തിടുന്നത്? നമ്മുടെ മൊബൈൽ മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അല്ലേ? എന്നാൽ നമുക്ക് വരുന്ന കോളുകളോ? നമ്മൾ മൊബൈൽ ചാർജിനിടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ബാത്റൂമിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് വരുന്ന അർജൻറ്റ് കോളുകൾ, ഇനി അർജൻറ്റ് ആവട്ടെ അല്ലാത്തതാവട്ടെ, നമ്മുടെ മൊബൈൽ ലോക്ക് തുറക്കാതെ തന്നെ ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാലോ അല്ലേ? എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇനി നമ്മുടെ അനുമതിയില്ലാതെ നമുക്ക് വരുന്ന കോളുകൾ ആർക്കും തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇൻകമിംഗ് കോൾ ലോക്ക് ആപ്സ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. കൃത്യമായിട്ട് അതിൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ ഫാറ്റാടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്ത്, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ലിങ്ക് ഇടുന്നത് അനുമതിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. നോട്ടീസ് എന്ന് കാണും, അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരു പെർമിഷൻ നമുക്ക് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. ഇവിടെ മുകളിൽ ഓണിലാണോ എന്ന് നോക്കുക, താഴെയും ഓണിലാണോ എന്ന് നോക്കുക. സെക്യൂരിറ്റി ടൈപ്പ് പാസ്കോഡ് ലോക്ക് അങ്ങനെ തന്നെ കടന്നോട്ടെ. പാസ്കോഡ് ലോക്ക് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പരസ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, റീ എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പാസ്കോഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ആണെന്ന് നോക്കാം. ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മറ്റൊരു മൊബൈൽ എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു മൊബൈലിലേക്ക് കോൾ ചെയ്യാണ്. ഓക്കെ, സാധാരണ ഒരു കോൾ ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ കോൾ ചെയ്യാണ്. ഇപ്പോൾ കോൾ എനിക്ക് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ലോക്കാണ് കാണിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യാനേ സാധിക്കില്ല. ഒന്നും ഈ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. കൃത്യമായ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് വരും, നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്കിത് ലോക്ക് ചെയ്തിടാം. ഇൻകമിംഗ് കോൾ ലോക്ക് ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഗ്രീൻ കളറിൽ മുകളിൽ കാണുന്നുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസേബിൾ ലോക്ക് എന്ന ഓപ്ഷൻ ഏറ്റവും മുകളിൽ. അവിടെ ആ ടോഗിൾ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വർക്കാകില്ല. ഇനി ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് വർക്കാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്കിത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് നല്ല രൂപത്തിൽ ഇത് ഉപയോഗിക്കാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.